നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം കഴിഞ്ഞു വന്നിട്ടാണോ ഗേറ്റ് തുറക്കാൻ പറയുന്നത്? ചേച്ചി പ്ലീസ് ഒന്ന് തുറന്നാ പ്ലീസ്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെവിടെ? അവളിവിടെ ഉണ്ടാവും. ചേച്ചി ഒന്ന് ഗേറ്റ് തുറക്കാം പ്ലീസ്. തുറക്കാം. അതിനു മുമ്പ് ഞാൻ റീന മാഡത്തിനോടൊന്ന് ചോദിക്കട്ടെ. അയ്യോ ചേച്ചി, റീന മാഡം പറയല്ലേ. റീന മാഡത്തിനോട് പറയാതെ ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അമ്പിളി, അവരെ കയറ്റി വിട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഇത്രയും നേരം എവിടെയായിരുന്നു? മാം, ഞങ്ങൾ 9 മണിക്ക് മുമ്പേ വരാൻ ശ്രമിച്ചതാ. റോഡിലെ ട്രാഫിക് ബ്ലോക്കാ മാം. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു മാം. നടക്കാൻ പോലും പറ്റാത്ത അത്ര ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ഈ വൃന്ദ എവിടെ? വൃന്ദ, നിങ്ങൾ 5 പേരും ഇവിടുന്ന് ഒരുമിച്ചല്ലേ പോയത്? തിരിച്ചു വന്നപ്പോ ഒരാള് കുറഞ്ഞു പോയല്ലോ. അതെന്താ? വൃന്ദ ഇവിടെ വന്നില്ലേ മാം? അവള് നേരത്തെ ഇങ്ങോട്ട് പോകുന്നതാണല്ലോ. അല്ല, വൃന്ദ ഇങ്ങോട്ട് തന്നെയാണ് വന്നേന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പൊ വൃന്ദ ഇവിടെ വന്നില്ലേ? അവളിവിടെ വരാതെ എങ്ങോട്ട് പോയി? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? വൃന്ദ ഇതിനകത്ത് തിരികെ എത്തിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോന്ന്? ശരി ശരി, അകത്തേക്ക് വാ. നാട്ടിലോട്ട് ടിക്കറ്റ് എടുക്കാൻ സമയമായി. അമ്പിളി, അവരെ കയറ്റി വിട്ടേക്ക്. ശരി മാഡം. തുറക്ക്. തുറക്ക്. വന്നേ വന്നേ. അവിടെ നിക്ക്. വൃന്ദ ഇവിടെ വന്നോ ഇല്ലയോന്ന് നമുക്കറിയണ്ട. ആരവന്റെ കൂടെ ഇവള് വന്നെങ്കി ഒളിച്ചല്ലേ കേറൂ. അതുകൊണ്ടായിരിക്കും ആരും കാണാതെ പോയത്. എന്തായാലും നടന്ന കാര്യം നമ്മളായിട്ടൊന്നും പറയണ്ട. നിങ്ങൾ പൊക്കോ, ഞാൻ വണ്ടി എടുത്തിടാം. അവള് പോട്ടെ, നീ വാ. വാ. നിങ്ങളോട് ഞാൻ ചോദിച്ച കാര്യത്തിന് ഇതുവരെ മറുപടി തന്നില്ലല്ലോ. വൃന്ദ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്? അവള് ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ മാം. ഓ, അവൾ ഇവിടെ ഉണ്ടാകും അല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല. 5 പേർ ഒരുമിച്ച കോളേജിൽ പോയത്. കോളേജിൽ നിങ്ങൾ 5 പേരും ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ച് തന്നെയാണ് നിങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം വൃന്ദയ്ക്ക് എന്താ സംഭവിച്ചത്? വൃന്ദയുടെ മിസ്സിംഗിൽ നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ഞങ്ങൾക്കും ടെൻഷനായി മാം. വൃന്ദ ഇങ്ങോട്ട് വന്നതാ ഞങ്ങൾ കരുതിയത്. ഇപ്പൊ മാം പറഞ്ഞപ്പോ ആകെ കൺഫ്യൂഷനായി. അല്ല മാം, അവളിവിടെ വന്നിട്ടില്ലേ? നിങ്ങൾ അവളെ റോഡിൽ കളഞ്ഞിട്ട് പോയതാണല്ലേ? ഞങ്ങൾ അവളെ റോഡിൽ കളഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനെ അങ്ങനെ കളയാറുമില്ല. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളെക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ വൃന്ദയുടെ ഫ്രണ്ട്സ് മാത്രമാണ്. ഞാൻ അങ്ങനെയല്ല. ഈ ഹൗസിലെ ഓരോ പെൺകുട്ടിയുടെയും ഗാർഡിയനാണ് ഞാൻ. മാം, ഇവരെന്തിനാ അകത്ത് കയറ്റിയത്? 9 മണി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും എൻട്രി ഇല്ല. അതല്ലേ റൂള്. 10 മണി കഴിഞ്ഞപ്പോ ഇവർക്ക് വേണ്ടി മാത്രം റൂള് മാറ്റി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് വന്നോണ്ടല്ലേ മാമിന്റെ ഇരട്ടത്താപ്പ് നേരിട്ട് കണ്ടത്. ഇവിളി ഹൗസിന്റെ ക്യാപ്റ്റൻ ആണല്ലോ, എന്നിട്ടാണോ ഈ പണി ചെയ്യുന്നത്? അതോ ക്യാപ്റ്റന് മാത്രം തോന്നിയ പോലെ നടക്കാന്നാണോ? അതോ ക്യാപ്റ്റന് മാത്രം ഈ ഹോസ്റ്റലിലെ റൂൾസ് ബാധകം അല്ലെന്നുണ്ടോ? ഞങ്ങൾക്കത് അറിയണം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഇവരെ ഞാൻ രാത്രിയിൽ ഇറക്കി വിടണോ? അത് മാമിന്റെ ഇഷ്ടം പോലെ ചെയ്യാം.
പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പൊ തീരുമാനമാണ്, ഇവളുടെ ക്യാപ്റ്റൻസി തുടരണോ വേണ്ടയോ എന്ന്. ക്യാപ്റ്റനാണ് ഇവിടെ പ്രശ്നം.